വീഡിയോസുകളും ഈ ആളുകൾ ട്രാവൽ ചെയ്യുന്ന ആളുകളും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ലോകം കാണണമെന്ന് ആഗ്രഹം വന്നതിന്റെ പ്രധാന കാരണം സഫാരി തന്നെയാണ്. സഫാരി അന്നില്ലായിരുന്നു. അന്ന് ലേബർ ഇന്ത്യയിലെ കട്ടിങ്ങിലൊക്കെ വരുന്ന നമ്മുടെ സന്തോഷ് സാറിന്റെ കുറിപ്പുകളായിരുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര സാറായിട്ട് ഒരു അഭിമുഖത്തിൽ ഒരു ചോദ്യം ചോദിക്കാം. വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെതിരെ ആരെങ്കിലും ചോദ്യം ഉയർത്തിയാൽ അത് ഫാക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടിയുണ്ട്. അദ്ദേഹത്തിനെതിരെ ചോദിച്ചതുപോലെ ആയി. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അദ്ദേഹം ഒരു ലെജൻഡ് ആണല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും ലെജൻഡിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അത് ശരിയാണെങ്കിൽ പോലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അത് തന്നെയാണ്. ബട്ട് അദ്ദേഹം നല്ലതുപോലെ പൊളിറ്റിക്കലായിട്ട് അത് മറുപടി നൽകി. ഞാൻ നല്ലതുപോലെ ഒരു ചോദ്യം ചോദിച്ചു. ബട്ട് പ്രശ്നം വന്നത് പുറത്താണ്. ഇന്ത്യ ഒട്ടും ക്ലീൻ അല്ലാത്ത രാജ്യമാണെന്ന് പറയുന്ന പോലെ മറ്റു രാജ്യങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ ഒട്ടും ക്ലീൻ അല്ലാത്ത രാജ്യമായിട്ട് തോന്നി. ഈ സത്യത്തിൽ ഇന്ത്യ വൺ ഓഫ് ദ രാജ്യം തന്നെയാണ്. ഞാൻ നമ്മുടെ സ്വന്തം രാജ്യമായതുകൊണ്ട് നമ്മൾ കളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ രാജ്യത്തും ക്ലീൻനെസ് ഉണ്ട്. ബട്ട് ആ ക്ലീൻനെസ് ഒരു രാജ്യത്ത് അത് കൂടുതലാവുമ്പോഴാണ് നമ്മൾ ആ രാജ്യത്തെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പം അതുപോലെ ക്ലീൻനെസ് അല്ലെങ്കിൽ ക്ലീൻ അല്ലാത്ത രാജ്യങ്ങൾ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ ഉള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. ആഫ്രിക്കയിൽ ലോകത്തെല്ലായിടത്തും ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് പട്ടിണിയും ദാരിദ്ര്യവും എന്നാക്കി. അപ്പം അതുകൊണ്ട് പിന്നെ ആ ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ലോകം മുഴുവൻ ഇന്ത്യയുടെ മുകളിൽ വന്നിട്ട് ഈ ഒരു പട്ടം ചാർത്തിയത്. ഈ കേരളത്തെ കുറിച്ച് പരിചയപ്പെടുത്താറുണ്ടോ? എപ്പോഴും. ഞാൻ അതുകൊണ്ടാണ് ആരെങ്കിലും സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ച് കാണുമ്പോൾ ഞാനിതാണ് ഇത് കാണിച്ചു കൊടുക്കും, ഇതാണ് നമ്മുടെ ഫുഡെന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് തന്നെയാണ് കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ യാത്രയിലെ മറ്റൊരു സന്ദേശം. കേരളത്തിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല. വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് കയറുന്നത് എനിക്ക് തോന്നുന്നു നല്ലൊരു ആശയമാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബട്ട് സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു വീട്ടിൽ അതെ, മറ്റു രാജ്യങ്ങൾ എല്ലാ നാടുകളിലും അത് ചെയ്യാറില്ല. ബട്ട് എന്നാലും ലോകത്ത് പല ഭാഗങ്ങളിലും ഇത് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ആഹാരം കഴിച്ചിട്ട് വാഴുന്ന സംഭവം, എനിക്കത് കേരളം വിട്ടിട്ട് പുറത്തു പോയാൽ തന്നെ വളരെ കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ്. മലയാളികൾ കഴിച്ചിട്ട് ആ സമയത്ത് തന്നെ കഴിവാറുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിലും വളരെ കുറവാണ്. പല ആളുകളും സോളോ ട്രാവൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എപ്പോഴും ആളുകൾ എപ്പോഴും പറയുന്നത് സോളോ ആണ് ബെസ്റ്റ് എന്നാണ്. ബട്ട് എനിക്കിഷ്ടം സോളോയും കാട്ടി ഒരാളും കൂടി കൂടുതലുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടിരിക്കുകയാണ്, പോസിറ്റീവായിട്ടിരിക്കുകയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര സാഡായിട്ട് എന്ത് വന്നാലും അത് നമ്മളെ അടുത്ത് ഒരാൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഭയങ്കര ബെസ്റ്റാണ്. ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണോ? ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പം ഈ ചെയ്യുന്നതിനെല്ലാം വലിയ റിസ്ക് ഫാക്ടർ ഉള്ളത് വേറൊരു ഫാക്റ്റാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ ഒരു അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ പോകുന്നതും അല്ലെങ്കിൽ എന്താ പറയുക കോൺഫ്ലിക്റ്റ് റീജിയനിലൊക്കെ പോകുന്നതൊക്കെയാണ്. അപ്പം ഇവിടെ എല്ലാം റിസ്ക് ഉള്ളത് മറ്റൊരു ഫാക്റ്റാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നതല്ല, ബട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എക്സ്പീരിയൻസ് നേടാൻ വേണ്ടി എനിക്ക് റിസ്ക് എടുത്തേ പറ്റും. അപ്പം അതുകൊണ്ടാണ് പൊതുവെ ഞാൻ റിസ്കിലോട്ട് പോകുന്നത്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്ത സ്ഥലങ്ങളും കൂടി ഉണ്ടോ? കാരണം പോയതിൽ വെച്ചിട്ട് ഇപ്പം എല്ലായിടത്തും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. എനിക്കൊന്ന് പെട്ടെന്ന് വരുമ്പോൾ ഞാൻ ഇറാനിലൊക്കെ യാത്ര ചെയ്ത്, ഇറാൻ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് രാജ്യം കൂടിയാണ്. ലൈഫ് എക്സ്പെൻസ് വളരെ കുറവാണ്. എനിക്കൊന്ന് $100 ഞാൻ ഏകദേശം 2 മാസത്തോളം യാത്ര ചെയ്തു. അതായത് 10,000 രൂപയ്ക്ക് അടുത്ത് 9,500 രൂപയ്ക്ക് ഞാൻ 2 മാസത്തോളം ഇറാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സുഡാന്, പല രാഷ്ട്രങ്ങളും. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനൊക്കെ ഞാൻ പോയത് 1 മാസം നിന്ന് ഏകദേശം 6,000-7,000 രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ ഓവറോൾ എക്സ്പെൻസ്, അപ്പാർട്ട് ഫ്രം വിസയ്ക്ക് ഏകദേശം 2,800 രൂപ ഉസ്ബെക്കിസ്ഥാനിൽ. അപ്പോൾ എക്സ്പെൻസീവ് ഇല്ലാതെ യാത്ര ചെയ്യണം എന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അല്ല, മെയിനായിട്ട് വരുന്ന എക്സ്പെൻസ്, ഒരു ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഫുഡ്, അക്കോമഡേഷൻ, പിന്നെ ട്രാവൽ. ഇപ്പോൾ ഫുഡ് നമ്മൾ പരമാവധി ചീപ്പസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുക, ലോക്കലായിട്ടുള്ള ആളുകൾ കഴിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിക്കുക. അപ്പം പൊതുവെ അങ്ങനെ ടൂറിസ്റ്റിക് റേറ്റ് വരില്ല. പിന്നെ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ കംഫർട്ട്. ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകണമെന്ന് വിചാരിച്ചാൽ അത്ര എക്സ്പെൻസ് ആവും. അപ്പോൾ ഇങ്ങനെ ഷെയർ ടാക്സി വഴിയോ അല്ലെങ്കിൽ ബസ് വഴിയോ ഒക്കെ പോവുക. പിന്നെ വരുന്ന അക്കോമഡേഷൻ പറ്റുന്നവർ ചീപ്പായിട്ടുള്ള ഹോട്ടലിൽ നിൽക്കുക, എക്സ്പെൻസീവ് ആയിട്ടുള്ളതിൽ പോവാതിരിക്കുക. അതിൽ നിന്നും പറ്റുന്നവർ ക്യാമ്പ് ചെയ്യുക, അല്ലെങ്കിൽ വല്ല പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോയി കിടക്കുക. അപ്പം എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പോൾ പരമാവധി ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ എടുക്കുക. പല വെബ്സൈറ്റ് നോക്കുക. ബുക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ നോക്കാതെ ആ സെയിം സ്ഥലം തന്നെ പല വെബ്സൈറ്റുകൾ കയറിയിട്ട് അതൊക്കെ ഒന്ന് റെഫറൻസ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുക. ഈ ഒറ്റക്കും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ആളുകളുടെ കൂടെയും ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ, ഏറ്റവും സൗകര്യം ഏതാണ്?
പല ആളുകളും സോളോ ട്രാവൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എപ്പോഴും ആളുകൾ എപ്പോഴും പറയുന്നത് സോളോ ആണ് ബെസ്റ്റ് എന്നാണ്. ബട്ട് എനിക്കിഷ്ടം സോളോയും കാട്ടി ഒരാളും കൂടി കൂടുതലുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടിരിക്കുകയാണ്, പോസിറ്റീവായിട്ടിരിക്കുകയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര സാഡായിട്ട് എന്ത് വന്നാലും അത് നമ്മളെ അടുത്ത് ഒരാൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഭയങ്കര ബെസ്റ്റാണ്. അപ്പോൾ സോളോ ട്രാവൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വേൾഡ് ഫുള്ള് വൈഡ്ലി അക്സെപ്റ്റഡ് ആയതുകൊണ്ടാണ് ആളുകൾ ആരും പറയാത്തത് സത്യത്തിൽ രണ്ടുപേരും ഉള്ളതാണ് ബെസ്റ്റ് എന്ന്. ബട്ട് ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ വ്യൂ മാത്രമായിരിക്കണം. ബട്ട് വേറൊരാളും കൂടി ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. ബട്ട് എപ്പോഴും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, രണ്ടുപേരും ഒരേ ഒരു മൈൻഡ് സെറ്റൊക്കെ ആയിരിക്കണം. ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഓരോ രാജ്യങ്ങളും ഓരോ തരത്തിലാണ്, അവിടുത്തെ ആളുകളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ച പോലെ റെസ്പോൺസ് അവരിന്ന് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ഹെൽപ്പ് കിട്ടിയെന്ന് വരില്ല. ഈ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലിരിക്കുമല്ലോ. അങ്ങനെ തോന്നിയ പെട്ടെന്ന് തന്നെ ആ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്ന് തോന്നിയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ പല ആളുകൾ ചോദിക്കും, നീ ഇങ്ങനെ യാത്ര മടുക്കാറില്ലേന്ന്. അപ്പം ഞാൻ മടുക്കുന്നത് എനിക്ക് ഈ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിലാണ്, ഒരു സോഷ്യൽ കണക്ഷൻസ് കിട്ടാത്ത സമയത്താണ്. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പൊതുവേ മടുക്കും. ഇപ്പോൾ ഞാൻ ഇനി പോകുന്നത് UK ലോട്ടായിരിക്കും. കാരണം UK വിസ എടുത്തിട്ട് 6 മാസത്തിൽ കൂടുതലായി, അതിപ്പോൾ തീരും. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ പെട്ടെന്ന് സോഷ്യൽ ഇൻട്രാക്ഷൻ കിട്ടാൻ പാടാണ്, പബ്ലിക്കായിട്ട് പൊതുവെ ലോക്കൽ ആയിട്ടുള്ള നേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ പൊതുവേ ഇങ്ങനെ ബോറടിക്കാറുണ്ട്. അപ്പം മറ്റുള്ള രാജ്യങ്ങളിലോട്ട്. അതേസമയം ഞാൻ ഇറാനൊക്കെ പോയത് 3 വർഷം മുന്നെയാണ്. ആ സമയത്തൊക്കെ ഇറാനിൽ പോയിട്ട് ഇനിയും വിസ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയി അവിടെ നിൽക്കാനായിട്ട്. നമുക്ക് രാജ്യം വിട്ട് തിരിച്ചു വരാൻ തോന്നാത്ത രാജ്യങ്ങൾ കുറേ ഉണ്ട്. ഇപ്പൊ ഇറാനൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും പോകാൻ തോന്നിയില്ല. കാരണം നല്ല ആളുകളായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കാൻ തോന്നും. അല്ലെങ്കിൽ പല മിഡിൽ ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ ചില ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെ എനിക്ക് കൂടുതൽ ദിവസം നിൽക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അല്ലാതെ നമുക്ക് വീടൊക്കെ വിട്ട് മാറി നിൽക്കുന്നു, തിരിച്ച് പെട്ടെന്ന് ഒരു ഡിപ്രഷൻ മൂഡൊക്കെ നമുക്ക് സംഭവിക്കാലോ. അങ്ങനത്തെ അവസ്ഥയിലൂടെ ഡിപ്രഷൻ മൂഡ് ആകെ സംഭവിക്കുന്നത് ആളില്ലാത്തപ്പോഴാണ്. കൂടെ സംസാരിക്കാൻ ആളില്ലാത്ത സമയത്തോ 2-3 ദിവസമായിട്ട് ഒരാളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, സ്ഥലങ്ങൾ കാണുന്നു എന്നുള്ള ഒരു മൂഡ് വരുമ്പോൾ മാത്രമേ എനിക്കിങ്ങനെ ബോറടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വേറെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ അവരോട് നിൽക്കുന്നു, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു, എന്നാൽ പിന്നെ അങ്ങനെ ബോറൊന്നും തോന്നാറില്ല. എപ്പോഴെങ്കിലും താമസ സ്ഥലം ഒന്നും കിട്ടാതെ ആരും അടുപ്പിക്കാതെ ഒരു രാജ്യത്ത് നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻ ഉണ്ടോ? ധാരാളം ഉണ്ടായിട്ടുണ്ട്, ധാരാളമാണ്. അപ്പം നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പറ്റുമല്ലോ. ക്യാമ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും സ്ഥലത്ത് കിടന്നാൽ മതി. പിന്നെ ഡോറ് പോയി മുട്ടി വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ കിടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ പ്രാവശ്യം. അതിപ്പോൾ എല്ലാ സ്ഥലത്തും പറ്റില്ല, ഓരോ രാജ്യത്തിൻ്റെയും ഓരോ സ്ഥലത്തെയും സാഹചര്യം പോലെ ഇരിക്കും. അതെ, ഈ റിസ്ക് എടുത്ത് ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് എനിക്കൊന്ന് മാഹീന്റെ ഏറ്റവും വലിയൊരു ഇഷ്ട വിനോദാണെന്ന് തോന്നുന്നു. റിസ്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പം ഈ ചെയ്യുന്നതിനെല്ലാം വലിയ റിസ്ക് ഫാക്ടർ ഉള്ളത് വേറൊരു ഫാക്റ്റാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ ഒരു അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ പോകുന്നതും അല്ലെങ്കിൽ എന്താ പറയുക കോൺഫ്ലിക്റ്റ് റീജിയനിലൊക്കെ പോകുന്നതൊക്കെയാണ്. അപ്പം ഇവിടെ എല്ലാം റിസ്ക് ഉള്ളത് മറ്റൊരു ഫാക്റ്റാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നതല്ല, ബട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എക്സ്പീരിയൻസ് നേടാൻ വേണ്ടി എനിക്ക് റിസ്ക് എടുത്തേ പറ്റും. അപ്പം അതുകൊണ്ടാണ് പൊതുവെ ഞാൻ റിസ്കിലോട്ട് പോകുന്നത്. ഞങ്ങൾ ഡാരിയൻ ഗ്യാപ്പ് കടന്ന ഒരു വീഡിയോ കണ്ട സമയത്ത് അത്രയും റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. അത് കാണുമ്പോൾ ഞങ്ങൾക്കും സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ് കിട്ടിയത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഡാരിയൻ ഗ്യാപ്പ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം, സ്പെഷ്യലി ട്രംപ് ഈ ICE അവരുടെ എമിഗ്രേഷൻ പോലീസിനെയൊക്കെ നിയമിച്ചതിന് ശേഷം വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പോകുന്നത്. പിന്നെ ആളുകൾ എപ്പോഴും പറയും, നമ്മൾ ഒരു സംഭവത്തിനെ കുറിച്ച് ആളുകൾ ഊതിയ പറന്നെന്ന് പറയുന്ന പോലെ ഡാരിയൻ ഗ്യാപ്പിലൂടെ പോകുമ്പോൾ പണ്ടൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. തട്ടിക്കൊണ്ടു പോകലും അല്ലെങ്കിൽ ഡ്രഗിൻ്റെ മാഫിയയുടെ ഏരിയ ആയതുകൊണ്ട് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതുവഴി സഞ്ചരിച്ച ആളുകളുടെ അടുത്തൊക്കെ നിങ്ങൾ സംസാരിച്ച് കൂടുതൽ അനുഭവം കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ചില ആളുകൾ പറയും ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഈ റിസ്ക് എടുത്തെടുത്ത് എനിക്ക് തന്നെ റിസ്കിൻ്റെ അടുത്ത് വിലയില്ലാതെ ആയ പോലത്തെ ഉള്ള ഒരു അവസ്ഥയാണ്. അധികം ഞാൻ വാല്യൂ ചെയ്യാറില്ല. ഇത്രയും റിസ്ക്, ഒരാൾ 10% റിസ്ക് ഉണ്ടെന്ന് പറയുമ്പം എൻ്റെ മനസ്സിലാവും 2% ഉള്ളൂ എന്നുള്ളൊരു ഇതിലാണ്. കാരണം ധാരാളം പോയി. അപ്പം അങ്ങനെയാണ് ഞാൻ ദാരിയനിലോട്ട് പോയത്. പിന്നെ ദാരിയൻ എന്ന് പറയുമ്പോൾ പൊതുവെ ഇന്ത്യയിൽ നിന്ന് പല ആളുകൾക്കും അറിയില്ലെങ്കിലും ഇന്ത്യയിൽ നിന്ന് ധാരാളം പേര് അമേരിക്കയിലോട്ട് പോകാൻ, മലയാളികളല്ല, മലയാളികൾ
ഉണ്ടായിരിക്കണം. ഈ പഞ്ചാബിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ ഗുജറാത്ത് ഗുജറാത്തികളും പഞ്ചാബികളുമാണ് ധാരാളം US ഡ്രീമായിട്ട് പോകുന്നത്. അപ്പം ഇവരെല്ലാവരും യൂറോപ്പ് വഴി ഇവർ സുരിനാമെ അല്ലെങ്കിൽ ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തൊക്കെ പോയി ഇറങ്ങി ആമസോൺ കാട്ടിലൂടെയൊക്കെ പോയി വെനിസുല കടന്ന് ഇക്വഡോർ കടന്ന് പിന്നെ ദാരിയൻ ഗ്യാപ്പ് കടന്നിട്ട് അവർ US പോകും. അവർ മാത്രമല്ല, ധാരാളം വെനിസുലൻസ്, കൊളംബിയൻസ് അല്ലെങ്കിൽ ധാരാളം സൗത്ത് അമേരിക്കൻസ് എല്ലാം ഈ ദാരിയൻ കടന്നിട്ടാണ് നോർത്ത് അമേരിക്ക ഭാഗത്തോട്ട് കയറുന്നത്. അപ്പോൾ പണ്ട് മുതലേ ഉള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇവരുടെ ഒരു കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കി യാത്ര ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ അതിലോട്ട് പോയത്. ഞാൻ വന്നത് റിവേഴ്സ് ദാരിയൻ ഗ്യാപ്പിലൂടെയാണ് വന്നത്. പക്ഷെ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വന്നത് ബോട്ട് എടുത്തിട്ടായിരുന്നു. വേറൊരു ബോട്ട് എടുത്ത് ഒരു ഐലൻഡിലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് വേറെ വെനിസുലൻ എമിഗ്രൻസ്, അമേരിക്കയിൽ നിന്ന് നമ്മുടെ ട്രംപ് പുറത്താക്കിയ ഒരു കുറേ വെനിസുലൻ എമിഗ്രൻസിൻ്റെ കൂടെയാണ് ഞാൻ ദാരിയൻ അറ്റ്ലാന്റിക് വഴി ക്രോസ് ചെയ്തത്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമുക്ക് കുറേ ലൈഫ് കാണാൻ സാധിക്കും. എൻ്റെ കൂടെ ഒരു പ്രഗ്നൻറ്റ് ലേഡി ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു കൊച്ചു മകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആളുകൾ അനുഭവിക്കുന്ന ജീവിതവും മറ്റൊരു നല്ലൊരു ജീവിതത്തിലോട്ട് പോകാനായിട്ട് അവർ കാണിക്കുന്ന റിസ്ക് ഒക്കെ കാണുന്നത് നമുക്ക് ലൈഫിനോട് കൂടുതൽ നമുക്ക് എന്താ പറയുക ഒരു വില തോന്നും. കാരണം നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ആളുകൾ ചെറിയ കാര്യത്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത്, പൊളിറ്റിക്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ലൈഫിനടുത്ത് തന്നെ എന്താ പറയുക ഒരു വില കാണും. അപ്പം നമ്മൾ കൂടുതൽ മനുഷ്യത്വം പഠിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത്. ഈ ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയവും മറ്റു രാജ്യങ്ങളിലെ രാഷ്ട്രീയവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ ഇപ്പൊ സംസാരിച്ചു വരുമ്പോൾ? അല്ല, രാഷ്ട്രീയം എല്ലായിടത്തും അറ്റ് ദ എൻഡ് വരുന്നത് എന്താ പറയുക ഒരു പവർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാ രാഷ്ട്രീയം ഒതുങ്ങിപ്പോകുന്നത് ഒറ്റ ഒരാളിലാണ്. അങ്ങനെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ഒരു പരിധി വരെയുള്ള രാഷ്ട്രീയങ്ങൾ സെയിം ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ വേറെ ആശയപരമായിട്ട് തുടങ്ങും, ആളുകളെ അങ്ങനെ ഇൻസ്പയർ ചെയ്യും. പിന്നെ അറ്റ് ദ എൻഡ് വരുന്നത് ഒറ്റ ഒരാളിലാണ്. ഈ ഒറ്റ ഒരാളിൽ വരുമ്പോഴാണ് കൂടുതൽ ഡിക്റ്റേറ്റർഷിപ്പായിട്ടും അല്ലെങ്കിൽ വേറൊരു വ്യത്യാസമായിട്ട് മാറുന്നത്. ഇപ്പം US ഡെമോക്രസി നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല സ്ഥലത്തെ ഡെമോക്രസി നോക്കിയാലും അറ്റ് ദ എൻഡ് ആ ഒരു വലിയൊരു ഡെമോക്രസി ഒരാളിന് മാത്രം ചുരുങ്ങി പോകുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ പലയിടത്തും നമുക്ക് ഒരുപോലെ തോന്നാറുണ്ട്. ഇപ്പം മറ്റു രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല, അവിടുത്തെ ആളുകൾ അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളതും അവിടുത്തെ ആളുകൾ തിരിച്ചും? എനിക്ക് തോന്നുന്നു, ഒന്ന് വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് കയറുന്നത് എനിക്ക് തോന്നുന്നു നല്ലൊരു ആശയമാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബട്ട് സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു വീട്ടിൽ അതെ, മറ്റു രാജ്യങ്ങളിൽ എല്ലാ നാടുകളിലും അത് ചെയ്യാറില്ല. ബട്ട് എന്നാലും ലോകത്ത് പല ഭാഗങ്ങളിലും ഇത് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പുറത്തുനിന്ന് ഇട്ട ആ ഷൂസ് തന്നെ ചപ്പല് വെച്ചിട്ട് അവര് വീട്ടിൻ്റെ അകത്തോട്ട് കയറുന്നത്. അപ്പം ആ ഒരു ചെറിയൊരു സംഭവം എനിക്ക് ഭയങ്കര എല്ലാ ലോകത്തും അങ്ങനെ ആയിരുന്നെങ്കിൽ. പിന്നെ ആഹാരം കഴിച്ചിട്ട് വാഴുന്ന സംഭവം, അതെനിക്കത് കേരളം വിട്ടിട്ട് പുറത്തു പോയാൽ തന്നെ വളരെ കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ്. മലയാളികൾ കഴിച്ചിട്ട് ആ സമയത്ത് തന്നെ കഴിവാറുണ്ട്. ബട്ട് അത് എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിലും വളരെ കുറവാണ്. അവർ പറയും അവർ ബ്രഷ് ചെയ്യും. നമ്മൾ മലയാളികൾ 2 തവണ ബ്രഷ് ചെയ്യില്ല, അവർ 2 തവണ ബ്രഷ് ചെയ്യും. അത് ഫാക്റ്റാണ്. ബട്ട് സ്റ്റിൽ ഇതും എനിക്ക് തോന്നുന്നു നല്ലൊരു സംഭവമാണെന്ന് തോന്നുന്നു. തിരിച്ച് പറയാനേ കാണുള്ളൂ. അങ്ങനെയല്ല, പൊതുവെ ചില രാജ്യങ്ങളെ പോലെ നമ്മളും വെൽക്കമിങ് ആയിരുന്നു. മലയാളികൾ പൊതുവെ വെൽക്കമിങ് തന്നെയാണ്. എന്നാലും ഇപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിനെയൊക്കെ പോലെ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നമ്മളും വെൽക്കമിങ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ പല യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ പോലെ ക്ലീൻനെസ്, അത് വൺ ഓഫ് ദ എപ്പോഴും തോന്നിക്കുന്ന ഒരു രാജ്യമാണ്. എല്ലായിടത്തും ട്രാഷ് വലിച്ചെറിയുന്നത്, അപ്പം അതില്ലായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഹോണടി, ഇപ്പോൾ വരുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഹോൺ അടിക്കും. ഇപ്പം ഫ്രണ്ടിലൊരു വണ്ടിയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ഹോങ്കിങ് കൾച്ചർ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. അതായത് മറ്റൊരാൾ എടുത്ത് അറിയിക്കുക ഞാൻ വരുവാണ് എന്നുള്ളത്, ഞാൻ ഇവിടെ ഉണ്ട് എന്നത്. അതാണ് വേറൊരു ഫാക്ട്. അതുകൊണ്ടാണ് പല ആളുകൾ ഹോങ്കിങ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഹോങ്കിങ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. റോഡിലൂടെ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. അങ്ങനെ പീസ്ഫുൾ ആയിട്ട് യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്ഥലമുണ്ട് യൂറോപ്പിലൊക്കെ. ഇപ്പൊ യൂറോപ്പ് നമ്മൾ വെൽക്കമിങ് അല്ലെങ്കിലും അവർക്ക് കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ഭയങ്കര ഹോങ്കിങ് കൾച്ചർ ഇല്ല, ഹോങ്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിലും അധികമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ വളരെ വൃത്തിയായിട്ടാണ്, അവർക്ക് പരിസ്ഥിതിയോട് ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെയാണ് പരിസ്ഥിതിയൊക്കെ നീറ്റാക്കി വെക്കുന്നത്. അപ്പം അതൊക്കെ ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം മറ്റു രാജ്യങ്ങൾ, ഇപ്പം നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ അവിടെയുള്ളവരും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവരെപ്പോഴും പറയുന്ന ഒട്ടും ക്ലീൻ അല്ലാത്ത ഒരു രാജ്യമാണ്. പക്ഷെ അതിലും കേരളമാണ്
കുറച്ചും കൂടി ക്ലീൻ ഉള്ള അല്ലെങ്കിൽ അവർക്ക് വരാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയാറുണ്ട്. അതെ. മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും എന്താ അവർ പറയാ? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ റീജിയൻ ആണ്. ഇപ്പം നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ പോയാൽ ഇന്ത്യയെക്കുറിച്ചുള്ള പൊതുധാരണ എന്ന് പറയുമ്പോൾ കഷത്ത് കൈയിട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി, അതായത് സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ചാണ് അവരുടെ ഒട്ടും ക്ലീൻ അല്ലാതെ. അത് തന്നെയാണ് കൂടുതലും ലോകത്ത് എല്ലായിടത്തും അത് തന്നെയാണ് പോപ്പുലർ. ഇപ്പൊ ചൈനയിൽ പോയാലും പ്രധാനമായിട്ട് ലാറ്റിൻ അമേരിക്കയിലും ചൈനയിലും പോയാലും പ്രധാനമായിട്ട് ആളുകൾ പറയുന്നത് ക്ലീൻനെസ് ആയിട്ടുള്ള ഇത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ വുമൺ സേഫ്റ്റിയെ കുറിച്ചുള്ള രീതിയിൽ ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളിലോ അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ കൺസേൺ ആയിട്ട് പറയുന്നത് ഇന്ത്യൻ മാനെ കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോൾ ഡേഞ്ചറാണ്, അങ്ങനെയാണ്. പിന്നെ ഹോങ്കിങ് കൾച്ചർ, അതൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് പറയുന്നത്. കൂടുതൽ എന്നാലും ഒരു പുറമേ ലോകം നമ്മൾ വൈൽഡ്ലി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് അത് തന്നെയാണ് ഒരു സംഭവം. ചിലപ്പം വീഡിയോസ് വരുന്നത് പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലോ സംഭവമായിരിക്കാം. അപ്പോ ബട്ട് വരുന്നത് പേരെല്ലാം എത്തുന്നത് ഇന്ത്യയാണ്. കേരളത്തെ കുറിച്ച് പലർക്കും അവിടെ അറിയാത്തവരുണ്ടാവാം, ഏറ്റവും കൂടുതൽ അറിയുന്നവർക്കറിയാം. ഇതിപ്പോ അറിയാത്തവരടുത്ത് നമ്മളെല്ലാരും ഇന്ത്യക്കാരനല്ലേ. ഇതിപ്പോ ശ്രീലങ്കൻ പോയാലും അവനെ വിളിക്കുന്നത് ഇന്ത്യക്കാരനാണ്, പാകിസ്ഥാനി പോയാലും ബംഗ്ലാദേശുകാരൻ പോയാലും ഇന്ത്യൻ എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ പൊതുവെ ബ്രൗൺ സ്കിന്നായിട്ടുള്ള എല്ലാ ആളുകളെയും പൊതുവെ നമ്മുടെ വിദേശരായിട്ടുള്ള ആളുകൾ, നമ്മൾ പുറത്തു പോകുമ്പോൾ കാണുന്ന ആളുകളെല്ലാം ഇന്ത്യക്കാരെന്നാണ് അവരുടെ മനസ്സിൽ. ഈ കേരളത്തെ കുറിച്ച് പരിചയപ്പെടുത്താറുണ്ടോ എപ്പോഴും? ഞാൻ അതുകൊണ്ടാണ് ആരെങ്കിലും സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ച് കാണുമ്പോൾ ഞാനിതാണ് ഇത് കാണിച്ചു കൊടുക്കും, ഇതാണ് നമ്മുടെ ഫുഡെന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് തന്നെയാണ് കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ യാത്രയിലെ മറ്റൊരു സന്ദേശം. അതെ, പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഓരോ രാജ്യത്തും പരിചയപ്പെട്ട ആളുകൾക്കും കേരളത്തിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഈ പരിചയപ്പെടുത്താൻ. ധാരാളം പേർക്ക് എപ്പോഴും ഞാൻ നാട്ടിൽ വരുമ്പോൾ അവരെ കൊണ്ടുവരാറുമുണ്ട്, അവരെ ഇൻവൈറ്റ് ചെയ്യാറുമുണ്ട്. അതെ. ഓക്കെ, ആരെങ്കിലും പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ? ഇനിയിപ്പോ ഞാൻ ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പൊ ഇല്ല. ഇവിടെ നിന്നിട്ട് തന്നെ ഞാൻ വന്നിട്ട് തന്നെ എൻ്റെ ഒരു കൊറിയൻ ഫ്രണ്ട്, അവരുടെ ഫാമിലി വന്നിരുന്നു, പിന്നെ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. ഇവരൊക്കെ വന്നിട്ട് തന്നെയാണ് പോയത്. തിരിച്ച് നാട്ടിലെത്തിയ പെട്ടെന്ന് തന്നെ പോകണം എന്നാണോ മനസ്സിൽ? ആദ്യം കുറച്ച് ദിവസം നിൽക്കാതെ തോന്നും, പിന്നെ 2-3 ദിവസം നിൽക്കുമ്പോൾ പിന്നെ വിചാരിക്കും നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ, ഭയങ്കര ബോറായിട്ട് തോന്നും. കൂട്ടുകാരെല്ലാം അവരുടേതായിട്ടുള്ള തിരക്കുകൾ, അപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് ഉള്ള ഒരു ഇതായിരിക്കും. ഓക്കെ, ഇനിയിപ്പം ഏത് രാജ്യം ട്രാവൽ ചെയ്യണം മനസ്സിൽ? ആഗ്രഹമുള്ളതുകൊണ്ടല്ല, ബട്ട് വിസ തീരുന്നതുകൊണ്ട് എനിക്ക് UK പോകണമെന്നുണ്ട്. വിസ എടുത്തത് പാഴാക്കണ്ടല്ലോ. പിന്നെ യൂറോപ്പ് ആയിരിക്കണം, ഇവിടുന്ന് UK പുറത്തു പോയാൽ യൂറോപ്പ് ആയിരിക്കുമല്ലോ. പിന്നെ എനിക്ക് ഇപ്പം ഇറാനിലൊക്കെ പ്രശ്നം നടക്കുന്നു, മാത്രമല്ല ഇറാനിൽ ധാരാളം ഫാമിലീസും ഫ്രണ്ട്സൊക്കെ പരിചയമുള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ ഇറാനിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഇപ്പം അവർ ഫ്ലൈറ്റ് എന്തോ സ്റ്റാർട്ട് ചെയ്തു, സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് വെച്ചിട്ട്. അപ്പം അറിയില്ല എങ്ങോട്ടെങ്കിലും. ഇപ്പം നമ്മുടെ മനസ്സിലുള്ള ഒരു അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള. ശരിക്കും റിയൽ ലൈഫിൽ അഫ്ഗാനിസ്ഥാൻ നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്കൊന്ന് ശരിക്കും നമ്മുടെ റാംബോ സിനിമ ഉണ്ട്, റാംബോ സിനിമയിലെ ഇതാണ് എനിക്ക് യാഥാർത്ഥ്യമായിട്ട് തോന്നിയത്. അതായത് പൊതുവെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്, ധാരാളം ഇൻവേഷൻസ് വന്നതുകൊണ്ട് അത് സഹികെട്ട് ആ ഇൻവേഷനെതിരെ പൊരുതി ജീവിക്കുന്ന കുറേ ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവിടെ ഞാൻ കണ്ടത്. പിന്നെ എനിക്കൊന്ന് ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റലായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. ആളുകൾ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് എപ്പോഴും ചോദിക്കുന്ന ആളുകളാണ്. നല്ല മനുഷ്യരായിട്ടുള്ള നല്ലൊരു രാജ്യം. ബട്ട് പല രീതിയിലുള്ള ഇൻവേഷൻ കാരണവും അല്ലെങ്കിൽ പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇതിൻ്റെയൊക്കെ ഇൻസ്റ്റബിലിറ്റിയുടെ ഭാഗമായിട്ട് നശിക്കപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ. ഇപ്പോൾ അവിടുത്തെ ഒരു ഭക്ഷണം ഒരു പ്രത്യേകത പറയൂ. ഭക്ഷണം എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യൻ, കാരണം ധാരാളം ഇറാനിയൻ അല്ലെങ്കിൽ അഫ്ഗാൻ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ഭരണാക്കൾ ഉത്തരേന്ത്യയിലൊക്കെ വന്ന് ഭരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഷാ അല്ലെങ്കിൽ മുഗൾ വംശജരൊക്കെ ആ ഭാഗത്തു നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവർ ധാരാളം ഭക്ഷണങ്ങളും ആ ഒരു റീജിയനിൽ നിന്ന് ഇവിടോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യയിൽ പോയാലും നമുക്ക് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കബാബ്സ് അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഓയിലി ആയിട്ടുള്ള ചിക്കൻ, അല്ലെങ്കിൽ പിന്നെ പുലാവുകൾ. ഇപ്പോൾ ഒരു അവിടുത്തെ കൾച്ചറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ? കൾച്ചറിനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവെ അധികം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ആസ് എ ട്രാവലർ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം ഭയങ്കര ഒരു അഫ്ഗാനിസ്ഥാൻ ജോഗ്രഫിക്കലി സെൻട്രൽ ഏഷ്യ അല്ലെങ്കിൽ ഒരു ഏഷ്യയുടെ ഈ ഭാഗത്താണെങ്കിലും കൾച്ചറലി അത് ഭയങ്കര ഒരു മിഡിൽ ഈസ്റ്റേൺ കൾച്ചറാണ്, അല്ലെങ്കിൽ ഒരു അറബ് സംസ്കാരം പോലെയാണ് തോന്നിപ്പിക്കുന്നത്. കാരണം ഇസ്ലാമികമായിട്ടുള്ള ഒരു രീതിയിലുള്ള ജീവിതം, അതായത് ഇപ്പം നമ്മൾ
ഇറാൻ എന്ന് പറയുമ്പം ഒരു ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രം തന്നെയാണ്. ബട്ട് നമുക്ക് അല്ലെങ്കിൽ ഇപ്പം ഇവിടുത്തെ കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ആരുടെ വീട്ടിലും കയറി ചെല്ലാം, ആരുടെ കൂടെയും ഇടപഴകാം, സംസാരിക്കാം. ബട്ട് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പം ഒരു ആൺ പെൺ വേർതിരിവ് വളരെ രീതിയിലുണ്ട്. അതായത് ഒരു അറബ് സംസ്കാരം പോലെ തന്നെ. ഇപ്പം ഒരു വീട്ടിൽ നിങ്ങൾ പോവുകയാണ്, അപ്പം വീട്ടിൽ പോകുമ്പോൾ സാധാരണയായിട്ട് മറ്റൊരു സംസ്കാരം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇറാനിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വരും സംസാരിക്കും. ബട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു മറമുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരു ഗസ്റ്റായിട്ട് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം. അവിടെ വീട്ടിലുള്ള സ്ത്രീകളുമായിട്ടൊന്നും സംസാരിക്കാൻ കഴിയില്ല. അവരല്ലായിരിക്കും ഭക്ഷണം സെർവ് ചെയ്യുന്നത്, അവിടുത്തെ ഏതെങ്കിലും ആൺകുട്ടിയായിട്ടുള്ള മകനായിരിക്കും സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും അവിടുത്തെ വീട്ടിലെ യഥാർത്ഥ അന്തരീക്ഷമോ അല്ലെങ്കിൽ അവിടുത്തെ യഥാർത്ഥ ഒരു സംസ്കാരമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് സാധിക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇടപഴകുന്നത് ആണുങ്ങളോടായിരിക്കും. ഒരു വീട്ടിലെത്തിയാൽ, പുറത്തെത്തിയാലും നമുക്ക് വേറെയാണ്, എല്ലാവരെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സംസ്കാരം നമുക്ക് പെട്ടെന്ന് ആസ് എ ട്രാവലർ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനെന്നല്ല, ഭയങ്കര പാടാണ്. നമുക്ക് കൂടുതൽ ഇടപഴകാനും ഒരു ഫാമിലി ആയിട്ട് കണക്ഷനൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ പാടാണ്. ഇപ്പം മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ ഇന്ത്യയിൽ വരുമ്പം ഇന്ത്യ ഒട്ടും ക്ലീൻ അല്ലാത്തൊരു രാജ്യമാണെന്ന് പറയുന്ന പോലെ മറ്റ് രാജ്യങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ ഒട്ടും ക്ലീൻ അല്ലാത്ത രാജ്യമായിട്ട് തോന്നിയ ഒരു രാജ്യം ഉണ്ടോ? ഈ സത്യത്തിൽ ഇന്ത്യ വൺ ഓഫ് ദ രാജ്യം തന്നെയാണ്. ഞാൻ നമ്മുടെ സ്വന്തം രാജ്യമായതുകൊണ്ട് നമ്മൾ കളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ രാജ്യത്തും ക്ലീൻനെസ് ഉണ്ട്. ബട്ട് ആ ക്ലീൻനെസ് ഒരു രാജ്യത്ത് അത് കൂടുതലാവുമ്പോഴാണ് നമ്മൾ ആ രാജ്യത്തെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പം അതുപോലെ ക്ലീൻനെസ് അല്ലെങ്കിൽ ക്ലീൻ അല്ലാത്ത രാജ്യങ്ങൾ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ ഉള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ഇന്ത്യ തന്നെയാണ് ഇതിൽ കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ്. ബട്ട് ആഫ്രിക്കയിലെ ലോകത്തെല്ലായിടത്തും ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് പട്ടിണിയും ദാരിദ്ര്യവും എന്നാക്കി. അപ്പം അതുകൊണ്ട് പിന്നെ ആ ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ലോകം മുഴുവൻ ഇന്ത്യയുടെ മുകളിൽ വന്നിട്ട് ഈ ഒരു പട്ടം ചാർത്തിയത്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പെർസെൻറ്റേജ് വൈസ് ഇന്ത്യയിൽ ധാരാളം ഭാഗത്ത് ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഈ പേര് കിട്ടിയത്. ഇപ്പം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ ഇപ്പോഴത്തെ റോഡ് നോക്കൂ, ന്യൂയോർക്കിലെ റോഡ് പോലെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും ന്യൂയോർക്കിൽ യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ റോഡുകൾ ഈ പറഞ്ഞ പോലെ തന്നെ മനോഹരമാണോ? എങ്ങനെയല്ല, മലയോര മേഖലകളിലുള്ള റോഡുകളൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. ബട്ട് എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ ന്യൂയോർക്കിലെ റോഡും ന്യൂയോർക്കിലും ഉണ്ട് കേട്ടോ. ന്യൂയോർക്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റോഡാണ് ബെസ്റ്റ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയത് സ്ഥലത്തിന്റെ ലഭ്യത കുറവാണല്ലോ. നമുക്ക് നല്ല റോഡുകളും നല്ല ഇതൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ റോഡ് സുരക്ഷ എപ്പോഴും കേരളത്തിനെ അപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലാണ് പറയാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ട്രാവൽ ചെയ്യുന്ന സമയത്ത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പൊതുവെ ഇന്ത്യയിൽ റോഡ് സുരക്ഷയും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാം വളരെ കുറവാണല്ലോ. ഞാൻ കമ്പയർ ചെയ്യുന്നത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ വെച്ചല്ല. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നല്ല വലിയ മെച്ചപ്പെട്ട രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കൂ. ഇപ്പോൾ യൂറോപ്പിനെ വെച്ചോട്ടോ അല്ലെങ്കിൽ പല ഈവൻ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ നമ്മളിപ്പം വളരെ പിന്നോക്കം നിൽക്കുന്നതെന്ന് തോന്നുന്ന ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങൾ പോയാൽ പോലും, ഇപ്പം വിയറ്റ്നാമോ തായ്ലൻഡോ ഒക്കെ പോയാൽ പോലും അവിടുത്തെ റോഡ് സുരക്ഷയും അല്ലെങ്കിൽ റോഡിൻ്റെ കാര്യമൊക്കെ എന്ന് പറയുമ്പോൾ നല്ല മെച്ചപ്പെട്ടത് തന്നെയാണ്. ഈവൻ നമ്മുടെ സെൻട്രൽ ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ പോയാൽ പോലും. ഇപ്പൊ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറായിട്ട് ഒരു അഭിമുഖത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് മറുപടി ഗംഭീരമായിരുന്നു. പക്ഷെ അതിനുശേഷം സൈബർ ബുള്ളിങ് കുറച്ചധികം നേരിട്ടു. മാഹിൻ ചോദിച്ചത് കൊണ്ടാണ് ഇത്രയധികം ആളുകൾക്ക് അതൊരു ഇഷ്ടപ്പെടാതെ വന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെതിരെ ആരെങ്കിലും ചോദ്യം ഉയർത്തിയാൽ അത് ഫാക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടിയുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, ഒരു മനുഷ്യശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ്. അപ്പം അതുപോലെയായിരുന്നു ഇതും. അദ്ദേഹത്തിനെതിരെ ചോദിച്ചതുപോലെ ആയി. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അദ്ദേഹം ഒരു ലെജൻഡ് ആണല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും ലെജൻഡിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അത് ശരിയാണെങ്കിൽ പോലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പം അത് തന്നെയാണ്. ബട്ട് അദ്ദേഹം നല്ലതുപോലെ പൊളിറ്റിക്കലായിട്ട് അത് മറുപടി നൽകി. ഞാൻ നല്ലതുപോലെ ഒരു ചോദ്യം ചോദിച്ചു. ബട്ട് പ്രശ്നം വന്നത് പുറത്താണ്. അതെ, ശരിക്കും മാഹിൻ 17-ാം വയസ്സിൽ ട്രാവൽ ചെയ്ത ആളാണല്ലോ. അപ്പം ഈ സഞ്ചാരങ്ങളും ഈ വീഡിയോസുകളും ഈ ആളുകൾ ട്രാവൽ ചെയ്യുന്ന ആളുകളും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ ട്രാവല് ലോകം കാണണമെന്ന് ആഗ്രഹം വന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ
കണ്ട ചില ചലച്ചിത്ര ചാനലുകളിലെ ഈ ഇതൊക്കെ തന്നെയാണ്. അതിലൊന്ന് ഈ സഫാരി തന്നെയാണ്. സഫാരി അന്നില്ലായിരുന്നു. അന്ന് ലേബർ ഇന്ത്യയിലെ കട്ടിങ്ങിലൊക്കെ വരുന്ന നമ്മുടെ സന്തോഷ് സാറിന്റെ കുറിപ്പുകളായിരുന്നു. അപ്പം ഇത് കൊണ്ടാണ് ലോകം കാണണം, ലോകം അറിയണമെന്ന് തോന്നിയത്. ബട്ട് പിന്നീടുള്ള യാത്രാ സ്റ്റൈലുകളെല്ലാം എൻ്റെ യാത്രയിൽ നിന്നും, പിന്നെ ഞാൻ പണ്ട് മുതലേ അഫ്ഗാനിസ്ഥാനൊക്കെ തുടക്കത്തിലേ പോയതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ, ഞാൻ പണ്ട് മുതലേ ഈ വാർ മൂവീസ്, ഞാനിപ്പം നമ്മുടെ അർണോൾഡിൻ്റെ റാംബോ എന്ന് പറയുന്ന സിനിമ തന്നെ ഞാൻ കുറേ പ്രാവശ്യം ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള മൂവീസാണ് എനിക്ക് എപ്പോഴും കാണാൻ ഇഷ്ടം. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സഞ്ചരിക്കണമെന്നുള്ളത് എൻ്റെ വൺ ഓഫ് ദ വേറൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ സഞ്ചരിച്ചു തുടങ്ങി. പിന്നീട് നമ്മുടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂസ് മാറും, അല്ലെങ്കിൽ നമ്മുടെ കുറേ സ്റ്റീരിയോ ടൈപ്സുകളൊക്കെ മാറി കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി നമുക്കത് മാറാമല്ലോ, അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യും. അങ്ങനെ മാറുന്നതാണ്. അങ്ങനെ മാറിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഫ്ഗാനിസ്ഥാൻ, അവിടെ യാത്ര ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള കാഴ്ചപ്പാട് അവിടെ യാത്ര ചെയ്തിട്ടാണ് മാറിയത്. അതെ. ഇപ്പൊ പല സമയത്തും നമ്മുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പല സ്ഥലങ്ങളിലും നമുക്ക് അത് സെറ്റ് ആവില്ല, അവിടുത്തെ അഭിപ്രായങ്ങൾ തമ്മിൽ. ചില ആ സമയത്ത് ക്ഷമ എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ പഠിച്ചോ? തീർച്ചയായിട്ടും ക്ഷമയില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം പ്രധാനമായിട്ട് ഒരു ബേസിക് ആയിട്ട്, കാരണം നമ്മൾ ഓരോ സമയത്ത് എത്തിപ്പെടുന്നത് തന്നെ ഓരോ വീടുകളിലാണ്. ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത്, ഓരോ വീടുകളിലാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പം നമ്മളെന്ന് പറയുമ്പോൾ പല വീടുകളിലും പോകുന്നതുകൊണ്ട് നമുക്ക് ഓരോ ആളുകളെ കാണുന്നതും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ആദ്യമായിട്ടല്ലായിരിക്കും. ബട്ട് ചില ആളുകൾക്ക് അവരുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ ദിവസം രാത്രിയെന്നോ പകലെന്നില്ലാതെയോ എവിടെയെങ്കിലും പുറത്തു പോവാന്നാക്കാം, അവിടെ ആക്കാം, ഇവിടെ ആക്കാം. നമ്മളെന്ന് പറയുമ്പോൾ ഡെയിലി ഇതല്ലേ, അപ്പൊ ടയേർഡായിരിക്കും. നമ്മൾ വിചാരിക്കും പുറത്ത് പോയിട്ട് വീട്ടിൽ പോയി ഉറങ്ങാം. അപ്പൊ അവര് ആ ഒരു സന്തോഷത്തിന്റെ പേരിൽ അവിടെ പോയി ഫാമിലിയുടെ കൂടെ പോയി അവിടെ പോയി ഇവിടെ സ്ഥലം കാണിച്ച്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ എനിക്ക് ചില സമയത്ത് ക്ഷമ പോവും. ബട്ട് എന്നിരുന്നാലും ഞാൻ വിചാരിക്കുന്നത് എന്താ, നമ്മള് അവരെ യൂസ് ചെയ്യുന്ന പോലെയാണല്ലോ. കാരണം നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ അനുഭവങ്ങൾ കിട്ടുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ക്ഷമിച്ചേ പറ്റൂ. അപ്പോൾ ക്ഷമ എപ്പോഴും യാത്രയിൽ വേണ്ട ഒരു സംഭവം തന്നെയാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുമ്പോൾ.